അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ പലപ്പോഴും മാതാപിതാക്കളെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ സഹോദരങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങും, പിന്നെ കൂട്ടുകാരെ ആശ്രയിക്കാൻ തുടങ്ങും, കല്യാണം കഴിഞ്ഞ ജീവിത പങ്കാളിയെ ആശ്രയിക്കാൻ തുടങ്ങും. എല്ലാ കാര്യത്തിലും ഈ പരാശ്രയമുണ്ടെങ്കിലേ പറ്റൂ. ഇപ്പോൾ സ്ഥിരമായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്തെങ്കിലും കാരണവശാൽ ഇല്ലാതായിപ്പോയാൽ വല്ലാത്ത വെപ്രാളമാണ്. ഞാൻ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുമോ, എനിക്കെന്തെങ്കിലും മണ്ടത്തരം പറ്റുമോ, എൻ്റെ ജീവിതം പ്രശ്നമായി പോകുമോ, ഇങ്ങനെ കരുതുകയാണ്. അപ്പോൾ ഇതുമൂലം നമ്മൾ ആരെയാണോ ആശ്രയിക്കുന്നത്, അത് ബന്ധുവാകാം, സുഹൃത്താകാം, അവരെ പരമാവധി പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ്. അവരെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ വേണ്ടി അവർ പറയുന്നത് എന്തും അനുസരിക്കുക, അവർ പറയുന്ന അക്ഷരം പ്രതി കേട്ട് മാത്രം ജീവിതം മുന്നോട്ട് പോവുക, അവരോട് ഒട്ടും എതിർക്കാതിരിക്കുക. ഈ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. കാരണം ഇവർക്ക് ഈ പറഞ്ഞ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമേ അങ്ങ് നശിച്ചു പോയി എന്നൊരു ഭീതിയാണ്. ആ ഭീതി മറികടക്കാനാണ് ഇവരെ എപ്പോഴും കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ അത്തരത്തിലുള്ളൊരു ബന്ധുവോ സുഹൃത്തോ അടുത്തില്ല, അവർ ദൂരസ്ഥലത്തേക്കെങ്ങാനും മാറിപ്പോയാൽ വല്ലാത്ത വെപ്രാളമാണ്. അടുത്ത ആരെയെങ്കിലും ഒന്ന് കിട്ടുന്നത് വരെ, ഇതുപോലെ നമുക്ക് ഉപദേശം ചോദിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ ഈ അസ്വസ്ഥതയും വെപ്രാളവും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അമിത ഉത്കണ്ഠയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വ്യക്തിത്വ വൈകല്യം തന്നെയാണ്. ഇത് ചെറുപ്പം തൊട്ടുള്ളൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സയും കൗൺസിലിങ്ങും ഒക്കെ ഇത് മാറാൻ വേണ്ടി ആവശ്യമായി വരും. അമിത ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകൾ ഹ്രസ്വകാലത്തേക്ക് കൊടുക്കേണ്ടി വരും. ചിന്താ വൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സ പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകളും കൃത്യമായി നൽകിയാൽ ക്രമേണ സാവധാനം സമയമെടുത്ത് ഇതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.